പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം കിരണിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം നയനോട് തുറന്നു പറയാൻ മേലായിരുന്നോ? അവൾ എൻ്റെ ഭാര്യ കല്യാണിയെ പോലെ തന്നെയാണ്, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നീ ഇതെല്ലാം തുറന്നു പറയണമായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, കല്യാണിയെ പോലെ അല്ല നയന, കല്യാണിക്ക് നീയാണ് ഒരു ജീവിതം കൊടുത്തത്. നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവളുടെ ജീവിതം ഒന്നും മെച്ചപ്പെട്ടത്. അതിൻ്റെ എല്ലാ സ്നേഹവും കാര്യങ്ങളും ഒക്കെ അവൾക്ക് നിന്നോടുണ്ട്. പക്ഷേ നയന അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് എന്നൊക്കെ ആദർശ് ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും കാര്യങ്ങളെല്ലാം നയനയോട് തുറന്നു പറയുവാണ് ആദർശ്. പറഞ്ഞു കഴിയുമ്പം ആദ്യം ഇത്തിരി ദേഷ്യപ്പെടും നയന. അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട്, എനിക്ക് എന്നേക്കാൾ കൂടുതൽ വിശ്വാസം എൻ്റെ ആദർശേട്ടനെയാണ്. ഞാനിപ്പോൾ ദേഷ്യപ്പെടാനുള്ള കാരണം ഇത്രയും നിസ്സാര കാര്യമായിട്ട് പോലും ആദർശേട്ടൻ എന്നോട് പറയാതെ മറച്ചു വെച്ചല്ലോ, എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നോർത്താണ് എന്ന് പറഞ്ഞ് ആദർശിനെ അങ്ങ് ആശ്വസിപ്പിക്കുമ്പോൾ ആദർശിന് അത്ഭുതം തോന്നും കേട്ടോ, നയന ഇത്ര കൂളായിട്ട് ഈ കാര്യത്തെ എടുത്തല്ലോ എന്നോർത്ത്. ഏതായാലും ആദർശിനെ സമാധാനിപ്പിക്കാൻ ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.